ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി കേട്ടോ. 2025-26 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആനുവൽ ഇവാലുവേഷൻ്റെ കേട്ടോ. അപ്പോൾ നോക്കാം എന്താണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ആശയഗ്രഹണമാണ് കേട്ടോ. വായിക്കാം എഴുതുക എന്നുള്ളതാണ്. അന്തി കറുക്കുന്ന നേരമാണ് കൂടുതൽ വ്യസനം തോന്നുക. മഴ തുടങ്ങിയ ശേഷം ഇരുട്ട് നേരത്തെ പടർന്നു കയറും. തൊടിയിൽ നിറയെ വെള്ളം കാരണം വ്യക്തമല്ലാത്തൊരു ഭീതി മനസ്സിൽ അങ്ങനെ അരിച്ചു കയറും. രാത്രിയിൽ മുത്താച്ചി കൂട്ടിന് വന്ന് കിടക്കാറുണ്ട്. പായ കണ്ട ഉടനെ മുത്താച്ചി ഉറക്കം തൂങ്ങും. വാതിലടച്ച് കിടന്നാൽ ഉറക്കം വരില്ല. ഉമ്മറത്ത് നിന്ന് അനക്കം കേൾക്കുമ്പോഴെല്ലാം അവൾ ചെവിയോർക്കും. രാത്രിയിൽ അപ്പുണ്ണി വരില്ല. എന്നാലും ഓരോ അനക്കം കേൾക്കുമ്പോഴും ചെവിയുടെ ഓർത്ത് പോവുകയാണ്. MT 4 കെട്ടുന്ന എഴുതിയാണ് അല്ലേ. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. മനസ്സിൽ ഭയം വന്ന് നിറയും എന്ന ആശയം വരുന്ന പ്രയോഗത്തിൽ ഏതാണ് നോക്കിയേ. ഏതാണ് നോക്കൂ, ഏതാ വരുന്നത്? വ്യസനം തോന്നുന്ന, ഇരുട്ട് നേരത്തെ പടർന്നു കയറുന്നോ, ഭീതി മനസ്സിൽ അരിച്ചു കയറുന്നോ, വാതിൽ അടച്ചു കിടന്നാൽ ഉറക്കാൻ വരില്ല എന്നാണ്. ഭീതി മനസ്സിൽ അരിച്ചു കയറില്ല. ഇതാണെന്ത്? മനസ്സിൽ ഭയം വന്ന് നിറയുന്നുള്ളതിൻ്റെ വേറൊരു ഭാഗം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ. അനക്കം കേൾക്കുമ്പോൾ അവർ ചെവിടോർത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് ഏതാണ് നോക്കൂ. തൊടിയിൽ വെള്ളം നിറയുന്നത് കൊണ്ടാണോ, മുത്താച്ചി വരുന്നുണ്ട് എന്നറിയാനാണോ, മഴ പെയ്യുന്നുണ്ട് എന്നറിയുന്നതാണോ, അപ്പുണ്ണിയുടെ വരവ് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണോ? എന്താണ്? അപ്പുണ്ണിയുടെ വരവ് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അപ്പുണ്ണി അനക്കം കേൾക്കുമ്പോൾ അവൾ ചെവിടോർത്ത് പോകുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മനസ്സിൽ കൂടുതൽ വ്യസനം തോന്നുന്നത് എപ്പോഴാണ് മനസ്സിൽ കൂടുതൽ വ്യസനം തോന്നുന്നത്? ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ, അന്തി കറക്കുന്ന നേരത്താണ് അല്ലേ. ഓക്കെ, അതാണ് മനസ്സിൽ അധികം എന്താണ് വ്യസനം തോന്നുന്നത്. വ്യസനം എന്ന് പറഞ്ഞാൽ വിഷമം തോന്നുന്നു അല്ലേ. ദെൻ രാത്രിയെ പരാമർശിക്കുന്ന പ്രയോഗങ്ങൾ ഏതെല്ലാം? അതിൽ രാത്രിയെ പരാമർശിക്കുന്ന പ്രയോഗങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ് നോക്കുക നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് നോക്ക്. വാതിൽ അടച്ചു കിടന്ന ഉറക്കം വരില്ല, അതാണ് രാത്രിയെ പരാമർശിക്കുന്നത് അല്ല അല്ലേ. അന്തി കറക്കുന്ന നേരം, അത് രാത്രിയെ പരാമർശിക്കുന്നതാണ് അല്ലേ. ഇത് ശരിയാണ് അല്ലേ. ഇത് ശരി. ദെൻ ഓരോ അനക്കം കേൾക്കുമ്പോഴും ചെവിടെ ഓർക്കും, അതാണ് അല്ല, അത് തെറ്റാണ് അല്ലേ. ഇനി ഇരുട്ട് പടർന്നു കയറുന്ന, അത് ശരി അല്ലേ. അപ്പോൾ എന്താണ്? 2ഉം 4ഉം ആണ് അല്ലേ. പ്രസ്താവന 2ഉം 4ഉം ശരി. അപ്പോൾ B ആണ് ഓപ്ഷൻസ് ശരി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. മുത്താച്ചിയുടെ പ്രത്യേകത എന്താണ്? എന്താണ് മുത്താച്ചിയുടെ പ്രത്യേകത? രാത്രി അനക്കം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നതാണോ, പായ കണ്ടാൽ ഉടനെ ഉറങ്ങുന്നതാണോ, അപ്പുണ്ണിയുടെ വരവ് കാത്തിരിക്കുന്ന ഇരുട്ടിനെ ഭയമാണ്. പായ കണ്ടാൽ ഉടനെ ഉറങ്ങും അല്ലേ. ഇതാണെന്ത്? മുത്താച്ചിയുടെ പ്രത്യേകത അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. അനുഭവക്കുറിപ്പാണ് കേട്ടോ. കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളെ കുറിച്ച് പാഠഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ നാട്ടിലും വൈവിധ്യങ്ങളായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലേ. നിങ്ങൾ പങ്കെടുത്ത ആഘോഷത്തിന്റെ ഒരു അനുഭവക്കുറിപ്പായി. അനുഭവം എന്താണ്? കുറിപ്പായി എഴുതാനാണ്. എങ്ങനെയാണ് നമുക്ക് കുറിപ്പ് എഴുതേണ്ടത്? നിങ്ങൾ എന്താണ് കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കറക്റ്റാക്കി എഴുതുക. ചിഹ്നങ്ങളൊക്കെ വെച്ച് എഴുതുക. പിന്നെ എന്താണ് നിങ്ങൾ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ പങ്കെടുത്ത ആഘോഷത്തിന് അനുഭവമാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല കൃത്യത്തിലും വൃത്തിയിലും മനസ്സിലാവുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്താക്കുക, എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. 2B എന്താണ്? അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ ബർമാൻ വരച്ചു ചേർത്ത ഇലയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ എന്താണ്? ബർമ ചാപ്റ്ററിലുള്ളതാണ് അല്ലേ. ബർമാൻ വരച്ചു ചേർത്ത ഇലയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യം നമുക്ക് അതൊന്ന് വായിച്ചു നോക്കണം അല്ലേ. ആ ചിത്രം ബർമാന്റെ ആത്മവിശ്വാസം കെടുത്തിയെന്നാണോ? അല്ല അല്ലേ. പിന്നെ ജോൺസിക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ വർദ്ധിച്ചു, അത് ശരിയാണ് കേട്ടോ. ചിത്രം ബർമാന്റെ മാസ്റ്റർ പീസായി പരിഗണിച്ചു, അതും ശരിയാണ് അല്ലേ. അപ്പോൾ 2ഉം 3ഉം ശരിയല്ലേ. പ്രസ്താവന 2ഉം 3ഉം ശരിയല്ലേ. അപ്പോൾ B ആണ് നമ്മൾ ശരി കേട്ടോ. ഓക്കെ, 2ഉം 3ഉം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. അപ്പൊ രോഗബാധിതർക്ക് പ്രതീക്ഷ നൽകുവാൻ കവി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണോ, കൈവിളക്ക് കൊണ്ടാണോ, വീടാണോ, ഔഷധമാണോ? എന്താണ് രോഗബാധിതർക്ക് എന്താണ് പ്രതീക്ഷ നൽകുവാൻ കവി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അല്ലേ. അപ്പോൾ എന്താണ്? സ്നേഹമാണ് അല്ലേ. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? സ്നേഹമാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ആസ്വാദനക്കുറിപ്പാണ് കേട്ടോ. ഒന്നിച്ചാൽ നിലത്ത് വീഴും മഴനീർ തുള്ളികൾ ചിന്നിച്ചിതറും, പിന്നീടായവ ഒന്നിച്ചാൽ ഒരു പുഴയായി തീരും, കരുത്തു നേടും പായും, കര വഴി മാറും, തനിച്ചു നിന്നാൽ മൺതരി പാറും, ഒന്നിച്ചാലോ മലയായി മാറും. മലയത്തപ്പുണ്ണിയിലെ കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ട രീതിയൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഉള്ളതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നോക്കൂ, കവിതയുടെ പ്രാഥമിക വിവരങ്ങൾ അതിൽ ചേർക്കണം. പിന്നെ കവിതയുടെ ആശയം വ്യക്തമാക്കണം. പിന്നെ ഉദാഹരണങ്ങളും തെളിവുകളും ചേർത്ത് സ്വന്തം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കണം. കവിതയുടെ സൗന്ദര്യതലം, ആശയങ്ങളുടെ സമകാലികത എന്നിവ യുക്തിപൂർവ്വം അവതരിപ്പിക്കണം. പിന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയും വേണം കേട്ടോ. ഇതൊക്കെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, വിശകലനക്കുറിപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല, പാട്ട് പിറപ്പിലേ ഉണ്ട്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ആദിവാസികളുടെ ജീവിതവും സംഗീതവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വിശകലന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് അല്ലേ. അപ്പം നോക്കൂ, അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തണം. സ്വന്തം നിലപാടുകൾ ചേർത്ത് അനുയോജ്യമായ ഭാഷയിൽ എന്താണ് യുക്തിപൂർവമായി സമർത്ഥിക്കണം. വിശദീകരിച്ചുകൊണ്ട് എഴുതി തന്നെ അല്ലേ. വിശകലനാത്മകതയ്ക്ക് അനുയോജ്യമായ നിരീക്ഷണ കൗതുകം പ്രകടമാക്കണം. ഗോത്രജനതയുടെ ജീവിതവും കലയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. പിന്നെ അതൊക്കെ എഴുതണം അതിലോട്ടോ. ചിഹ്നവും വാക്യഘടന എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, പത്രാധിപർക്കൊരു കത്ത്, 4ാമത്തെ കേട്ടോ. അപ്പോൾ അറവുമാലിന്യം തള്ളുന്നതിനാൽ ചിറക്കേക്കര കുളവും ഉപയോഗശൂന്യമായി തുടങ്ങി. പണ്ട് കാലത്ത് നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഈ കുളമാണ് ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ നീന്തൽ പഠിച്ചതെല്ലാം ഈ കുളത്തിലായിരുന്നു. മീൻപിടുത്തക്കാർ നെഞ്ചിട്ട് മീൻ പിടിക്കാൻ തുടങ്ങിയതോടെ കുളത്തിന്റെ നാശവും തുടങ്ങി. കുളത്തിലേക്ക് ഇറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിലാണ്. ഈ അവസ്ഥ വിവരിച്ച് പത്രാധിപർക്ക് എന്താണ് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ കത്ത് തയ്യാറാക്കുക നോക്കൂ, വസ്തുനിഷ്ഠമായിരിക്കണം. ഉള്ളടക്കത്തിന്റെ ഒരു ഇത് തന്നെ കറക്റ്റായിട്ട് ഉള്ളടക്കം ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ നല്ല വിനിമയശേഷിയുള്ള ഭാഷ, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതണം. പിന്നെ കത്തിന്റെ ഘടന പാലിക്കണം അല്ലേ. ആ ഘടനയിൽ നിങ്ങൾ പാലിക്കുക. പിന്നെ വാക്യഘടന, ചിഹ്നം, അക്ഷരത്തെറ്റ് കൂടാതെയുള്ള എഴുത്ത് ഒക്കെ വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾ കത്തിടുക. നെക്സ്റ്റ് എന്താന്ന് നോക്കിയാൽ ഇമെയിലാണ് കേട്ടോ. പൊന്മാനുകളുടെ ഗ്രാമത്തിൽ മീനുകളെല്ലാം ചത്തൊടുങ്ങിയ കാഴ്ച കണ്ടല്ലോ. നിങ്ങളുടെ ഗ്രാമത്തിലെ മാലിന്യം പ്രശ്നങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇമെയിൽ എഴുതുന്നത് എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയാമല്ലേ. ആ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ എഴുതണം. പിന്നെ അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. പിന്നെ വൃത്തിയിലൊക്കെ എഴുതുക കേട്ടോ. ചിഹ്നമൊക്കെ ഉപയോഗിക്കുക. പിന്നെ അടുത്ത എന്താണ്, കഥാപാത്ര നിരൂപണം. അവൾക്ക് എന്തെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവസാനത്തെ ഇല എന്ന പാഠഭാഗത്ത് ജോൺസിയെ കുറിച്ച് സ്യൂ പറയുന്ന വാക്കുകളാണിവ അല്ലേ. പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ജോൺസിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്താണ്, ആ ആശയവുമായി ബന്ധപ്പെട്ട് ജോൺസി എന്ന കഥാപാത്രത്തെ വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ നടത്തണം. ജോൺസിയുടെ രൂപം, വേഷം, പ്രായം, സ്വഭാവം, രോഗത്തോടുള്ള ആ മനോഭാവം, പ്രതീക്ഷ എന്നിവയൊക്കെ എന്താക്കണം, അതിൽ നിങ്ങൾ എഴുതണം. പിന്നെ കഥാപാത്രത്തിന്റെ ശക്തി, ദൗർബല്യങ്ങൾ, ജീവിത വീക്ഷണം, സ്വഭാവം, പെരുമാറ്റം തുടങ്ങിയ ഉദാഹരണങ്ങളും തെളിവുകളും ഉപയോഗിച്ച് എന്താണ് നന്നായിട്ട് എഴുതുക. പിന്നെ കഥാപാത്രത്തിന്റെ സമകാലിക സാമൂഹിക പ്രസക്തി യുക്തിപൂർവ്വം കണ്ടെത്തി അവതരിപ്പിക്കണം. പിന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, തലക്കെട്ടിന്റെ ഔചിത്യം കണ്ടെത്തുക. ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥയുടെ തലക്കെട്ട് ബർമാന്റെ മാസ്റ്റർ പീസ് എന്നാക്കി മാറ്റിയാൽ തലക്കെട്ട് കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്, അത് അതിന്റെ ഔചിത്യം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തലക്കെട്ടിന്റെ ഔചിത്യം എന്താ, കണ്ടെത്തിയ ആശയങ്ങൾ ക്രോഡീകരിച്ച് എന്താ ബർമാന്റെ മാസ്റ്റർ പീസ് എന്ന ആ ഹെഡിങ്ങിന് എന്താണ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെയ്യണം. പിന്നെ വിശകലനം ചെയ്ത് കണ്ടെത്തിയ അഭിപ്രായങ്ങൾ എന്താണ് അനുയോജ്യമായ ഭാഷയിൽ, ശൈലി, പ്രയോഗം, നിങ്ങളെ പ്രയോഗത്തിലൊക്കെ നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിങ്ങളുടെ നിലപാടുകളൊക്കെ അതിൽ എഴുതുക. നമ്മളെ അഭിപ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. തലക്കെട്ടിലുള്ള മാറ്റം അനുയോജ്യമാണെന്ന് സമർത്ഥിക്കുക അല്ലേ. ഈ തലക്കെട്ടിലുള്ള മാറ്റം എന്താണ്, അതിന് നമ്മളെന്താണ് അതിനെ യോജിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എഴുതണം. പിന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ. അപ്പം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. അപ്പം എന്താണ്, നന്നായി പഠിക്കുക, നന്നായി ആൻസർ ചെയ്യുക കേട്ടോ. ഓരോന്നിൻ്റെ ഓരോ ഇതുണ്ട്. ഓരോ വിശകലന കുറിപ്പാണെങ്കിലും അതുപോലെ ആസ്വാദനക്കുറിപ്പാണെങ്കിലും ഒക്കെ എന്താണ് അതിനനുസരിച്ച് ഓരോ എന്താണ് സ്ട്രക്ചർ ഉണ്ട്. അതൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. താങ്ക് യു.